मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഹണി ഹണി എന്തു പറ്റി? എന്റെ ബാഗ് താ പ്ലീസ്. നിനക്ക് മടി ഇത്തിരി കൂടുന്നുണ്ട്. തന്നെ തന്നെ വന്ന് എടുത്തൂടെ നിനക്ക്? നിന്റെ ബാഗ് എന്തിനാ ഞങ്ങളുടെ ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ചത്? എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നെ കണ്ടിട്ട് എന്താ ദുർബലനായിട്ട് തോന്നുന്നത്? ഞാൻ ദുർബലനൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു ബാഗ് പോലും പൊക്കാൻ കഴിയുന്നില്ല. പറഞ്ഞില്ല ഞാൻ, എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലാന്ന്. ദേ നോക്കിക്കേ, ഇപ്പൊ എടുത്തു തരാം. എനിക്കാകെ വയ്യാണ്ടായി കൊച്ചളിയാ. ഈ ബാഗ് പോലും പൊക്കാൻ പറ്റുന്നില്ല. ഓ എടാ കഴുതേ, ഈ ബാഗിനെ ആരോ ഇവിടെ ആണി കൊണ്ട് തറച്ചു വെച്ചിരിക്കുക. ഇത് എന്റെ പ്രാങ്കാണ്, എന്റെ പ്രാങ്കാണ്. ഇതിലെല്ലാരും വീഴാറുണ്ട്. ഐ എം ദ ബിഗ്ഗസ്റ്റ് പ്രാങ്കർ. ഇപ്പതാ ഹണിക്കും കിട്ടി എന്റെ ഒരു പണി. ഇതിൽ ഇത്ര വലിയ കാര്യം എന്താ ഉള്ളത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കും സാധിക്കും. എന്റെ ഹണി, അബദ്ധം പറ്റുന്ന സമ്മതിക്ക്. എന്നെക്കാൾ നന്നായിട്ട് പ്രാങ്ക് ആരെ കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. ഇതിനേക്കാൾ നന്നായി ഞാൻ ചെയ്താലോ? ബെറ്റിനുണ്ടോ? ബെറ്റ്. ഈ ദിവസം മുഴുവൻ ആരുടെ പ്രാങ്ക് ആണോ സക്സസ്ഫുൾ ആകുന്നത് അയാളാണ് വലിയ പ്രാങ്ക്സ്റ്റർ. സമ്മതിച്ചോ? ഓക്കേ. ഓ, ഈ കഴുത അവനും ചേർന്ന് എന്താണോ ഒപ്പിക്കാൻ പോകുന്നത്? ഇന്ന് ഈ ദിവസം മുഴുവൻ അലർട്ടായിട്ട് ഇരിക്കേണ്ടി വരും. സംശയമുണ്ടോ? ഇവിടെ വരൂ. ഇന്ന് ഭൂകമ്പവും കൊടുങ്കാറ്റും കൂടി ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. എന്താ കാര്യം? ഞങ്ങള് പരസ്പരം ബെറ്റ് വെച്ചിരിക്കുക. ഞങ്ങളിൽ ആരാ ഏറ്റവും വലിയ പ്രാങ്ക്സ്റ്റർ എന്ന്. അതെ, ഇന്ന് മുഴുവൻ ആര് ചെയ്യുന്ന പ്രാങ്കാണ് സക്സസ്ഫുൾ ആകുന്നത് അവരായിരിക്കും വിജയി. പരാജയത്തിന്റെ തൊട്ടടുത്ത് തന്നെ വിജയമുണ്ട്. വിജയിച്ചു മുന്നേറുന്നവരെ വീരൻ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ വിജയിയെ തിരഞ്ഞെടുക്കാൻ ഒരു ജഡ്ജി വേണ്ടേ? അയാൾ ജഡ്ജ് ചെയ്ത് തീരുമാനമെടുക്കട്ടെ ആരാണ് വിജയി എന്ന്. ഓക്കേ, ഇന്ന് കോടതി അവധിയാണ്. ഞങ്ങൾ ഏതായാലും ജഗ്ഗാർ സിംഗ് ജഗ്രാലിനെ തന്നെ ജഡ്ജാക്കാം. എന്തേ? ഇങ്ങോട്ട് അടുത്ത് വരൂ. എന്നെ സൂക്ഷിച്ചു നോക്കൂ. എന്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കൂ. എന്നിട്ട് തീരുമാനിക്കൂ നിങ്ങളുടെ ജഡ്ജി ഞാൻ തന്നെയാണെന്ന്. അതെ മനുഷ്യ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടി ആരോ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ദാ നോക്കിക്കേ. ആരയച്ചതാ? അതറിയില്ല. ഇതിൽ നിങ്ങളുടെ പേരെ എഴുതിയിരിക്കുന്നത്. നിങ്ങളിത് വേഗം തുറന്നു നോക്കൂന്നേ. എടി മണ്ടി, ഇതാരോ പ്രാങ്ക് ചെയ്തതാ. ഈ പെട്ടിയിൽ മിക്കവാറും ഉഡായിപ്പായിരിക്കും. ഇതിൽ ഞാനും സ്മാർട്ടാ. അയ്യോ അയ്യോ, എന്റെ കൈ ഈ കുടത്തിൽ കുടുങ്ങി. ഇനി ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എങ്ങനെ പോകാനാ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതിപ്പോ കാണാൻ ബോക്സിംഗ് ഗ്ലൗസ് പോലെ ഇല്ലേ? പോയാട്ടെ, എന്തായാലും കൊള്ളാം. പ്രാങ്ക് സക്സസ്ഫുൾ ആയി. നന്ദു 1, ഹണി 0. സോർദാർ വരൂ, നിന്നെ ഞാൻ പോകുന്ന വഴി മാർക്കറ്റിൽ വിടാം. താങ്ക് യു, താങ്ക് യു. എന്റെ അമ്മേ, കുറച്ച് കൂടി പോയെന്നൊരു സംശയം. നന്ദു 1, ഹണി 1. ഇത് കൊള്ളാമല്ലോ, സിംഹാസനം. അതെ, ഞങ്ങളിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കാം. ശരി, നിങ്ങളിൽ ആരെങ്കിലും ഇരിക്കുന്നത് വരെ ഞാൻ ഇരുന്നോളാം. അയ്യോ, ഞാനിവിടെ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഓ ഓ ഓ ഓ
കുടുങ്ങിയതല്ല, കുടുക്കിയതാണ്. ഇത് എന്റെ പ്ലാൻ ആയിരുന്നു. ജഡ്ജിനെ പ്രാങ്കിൽ വീഴ്ത്തുന്നോ? മര്യാദയ്ക്ക് എഴുന്നേൽപ്പിക്ക്, അല്ലെങ്കിൽ ഞാൻ രണ്ടിനെയും ഈ പ്രാങ്ക് മത്സരത്തിൽ തോറ്റതായി പ്രഖ്യാപിക്കും. താങ്കൾ ആ മരത്തിൽ പിടിക്കൂ. ഇതേതായാലും നന്നായി. ഇനി അങ്ങക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. കുഷ്യന്റെ ആവശ്യം വരികയില്ല. എന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിലും സ്കോർ പറയാതെ നിവൃത്തിയില്ലല്ലോ. ജഡ്ജായി പോയില്ലേ. നന്ദു 1, ഹണി 2. പോപ്പേട്ട്, നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ എന്താ വിചാരിച്ചത്? എന്നെ നിന്റെ പ്രാങ്കിലങ്ങ് വീഴ്ത്തിക്കളയെന്നാണോ? എനിക്ക് മനസ്സിലായി. ഇതിൽ കളർ പുറകിൽ നിന്നാണ് വരുന്നത്. സംശയമുണ്ടോ? നന്ദു 2, ഹണി 2. ഈ ആപ്പിൾ ഞാൻ കഴിക്കും. ഇല്ല ഇല്ല, ആപ്പിൾ ഞാൻ കഴിക്കും. ഞാൻ കഴിക്കും. സുൽത്താന്റെ മകൻ ബാഡ് മങ്കി. തല്ല് പിടിക്കേണ്ട കുട്ടികളെ, ഈ ആപ്പിൾ ഞാൻ തന്നെ കഴിച്ചോളാം. ഇപ്പോഴത്തെ സ്കോർ ഹണി 3, നന്ദു 2. എന്റെ വണ്ടിക്ക് ടയർ 4 ഇവരുടെ കാർ സ്റ്റിയറിംഗ് അയ്യോ 2. അടികൈ. ഓയേ, ഓ, ഓ, ഓ. അയ്യോ. ഇപ്പൊ നന്ദു 3, ഹണി 3. അടുത്തത് എന്റെ ഊഴമാണ്. ഇങ്ങോട്ട് വരൂ. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇത് മാത്രമാണോ ജോലി? അഥവാ ജോലി ഇല്ലെങ്കിലും ജോലി ഞാൻ ഉണ്ടാക്കും. മനസ്സിലായോ? ഡോറിന്റെ ലോക്ക് അഴിച്ച് വീണ്ടും ഡോറിൽ തന്നെ ഫിറ്റ് ചെയ്യും. ഞാൻ തന്നെ പോയി ഡോർ ബെൽ അടിച്ച് ഞാൻ തന്നെ പോയി തുറക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല പ്രാക്ടേഴ്സ് ആണ്. രണ്ടുപേരും നന്നായി മത്സരിച്ചു. ഒരുപാട് നാളായി. ഇന്ന് കുറച്ച് വെയിലൊന്ന് കായാം. ചൊറിയുന്നേ, മേലെ മുഴുവനും ചൊറിയുന്നേ, ചൊറിയുന്നേ. അയ്യോ,
ആരോ സ്വിമ്മിംഗ് പൂളിനെ ബാട്ടബാക്കി മാറ്റിയിരിക്കുന്നു. സംശയമുണ്ടോ? വേറെ ആരുമല്ല, ഞങ്ങൾ തന്നെയാ. സോറി ബണ്ണി, ഞാൻ സൺസ്ക്രീനിന്റെ കുപ്പിയിൽ ചൊറിയണപ്പൊടി ചേർത്തായിരുന്നു. കൂടാതെ ഞാനിതിൽ കുറെ ഷാമ്പൂ കലക്കിയിരുന്നു. ഇങ്ങനെയാണോ തമാശ കാണിക്കുന്നത്? തമാശയല്ല, പ്രാങ്ക് ആയിരുന്നു. മിക്സ് പ്രാങ്ക്. അല്ല, ഇതെന്താ ഈ മിസ് പ്രാങ്ക്? ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഞങ്ങൾ നല്ലൊരു പ്രാങ്കേഴ്സ് ആണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്, ഇന്ന് തൊട്ട് ഒരുമിച്ച് പ്രാങ്ക് ചെയ്യുന്നു.